കെവിനെ നീനുവിനെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് കണക്കുണ്ടെങ്കിൽ നീനുവിൻ്റെ രണ്ടാമത് കല്യാണം കഴിഞ്ഞു. അത് നടത്തി കൊടുത്തത് ഇത് കണക്ക് കെവിൻ്റെ അച്ഛനാന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലായിരുന്നു ന്യൂസ് ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടേയിരുന്നത്. അതറിയാൻ വേണ്ടി ഇത് കണക്ക് കെവിൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തത് സത്യമാണോ, ഇത് കണക്ക് നീനു രണ്ടാമത് കല്യാണം കഴിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് മറുപടി എന്നുള്ള രീതിയിൽ ഇത് കണക്ക് കെവിൻ്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യം, താൻ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഈ ആരാണോ തൻ്റെ അടുത്തൊക്കെ ഈ ന്യൂസ് പറഞ്ഞ് അവരുടെ അടുത്ത് പോയി ചോദിക്കുക, അതല്ലാതെ തൻ്റെ അടുത്തല്ല ഞങ്ങളുടെ അടുത്തല്ല ഈ വന്ന് കാര്യങ്ങൾ ചോദിക്കേണ്ടതെന്നുള്ള രീതിയിൽ പറഞ്ഞു. സോ ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് നീനുവിൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് കണക്കുള്ളൊരു റൂമർ ഭയങ്കരമായിട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് സത്യമാണോ അല്ലയോ എന്നുള്ളത് ഇതുവരെ നേരിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഇത് കണക്കുണ്ടെങ്കിൽ കെവിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കുക. പക്ഷേ കെവിൻ്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യം, അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. ആരാണോ ഇത് പറഞ്ഞുണ്ടാക്കുന്നത് അവരുണ്ടെങ്കിൽ ഇല്ലാത്ത കാര്യമാണ് ഉണ്ടാക്കി പറയുന്നതെന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ ഇത് അറിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഫേക്ക് ആയിട്ടുള്ള ന്യൂസാണ്. എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ആ ചെയ്തത് ശരിയായില്ല അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് നീനുവിനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഇത് കണക്ക് ഒരു വട്ടവും കൂടെ കല്യാണം കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ബാക്കിയുള്ളവരുടെ ജീവിതം നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവരവരുടെ ഇഷ്ടമാണ്, അവർ കല്യാണം കഴിക്കണോ വേണ്ടേ എന്നുള്ളത്. ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് വേണ്ടാത്ത കാര്യത്തിൽ ഭയങ്കരമായിട്ട് തലയിടുന്നുണ്ട്.